ഫിസിക്കൽ ഈക്വൽ ടു ഇ ടി. അപ്പം ഇങ്ങനെ രണ്ട് രീതിയിൽ ചോദിക്കും. അപ്പം ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ സാധാരണ ഡി സ്ക്വയർ മൈനസ് 4d എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമാറ്റ് ഇല്ലേ, അതാക്കുകയെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതെങ്ങനെ ആക്കുക എന്ന് വെച്ചാൽ നമ്മളിപ്പം ആദ്യം ഒരു ഇക്വേഷൻ എടുക്കുക, ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഇതിന്റെ ആദ്യത്തെ ഈ ഇക്വേഷൻ നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡി എക്സ് പ്ലസ് 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു ഇ പവർ 2t എന്ന് എഴുതാം, 2 ഇൻറ്റു ഇ പവർ 2t. ഓക്കെ, അതായത് അതിനെ കറക്റ്റ് എഴുതുകയാണെങ്കിൽ ഡി പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ പവർ 2t. അങ്ങനെ എഴുതാമല്ലോ, എഴുതിക്കൂടെ? അപ്പോൾ അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് തന്നെ എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളൊരു ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കും. അടുത്ത രണ്ടാമത്തെ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം, ഡി വൈ പ്ലസ് 3x പ്ലസ് 2y ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതും. അതായത് വൈനെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡി പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 3x ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുക. അപ്പം ഈ രണ്ട് ഇക്വേഷനും, അപ്പോൾ ഇതെങ്ങനെ എഴുതിയെന്ന് മനസ്സിലായില്ലേ? ഫസ്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡി എക്സ് ബൈ ഡി ടിക്ക് ഡി എക്സ് എന്ന് കൊടുക്കുന്നു, 2x 3, അതിലെ ഡി പ്ലസ് 2 എടുത്ത് ഇൻറ്റു എക്സ് പ്ലസ് 3y ഇൻറ്റു ഇ പവർ 2. രണ്ടാമത് ഡി പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 3x ഈസ് ഈക്വൽ ടു ഇ പവർ ഈക്വൽ ടു 0. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. അപ്പൊ നമ്മൾ ഇതിനെ ഈ കോമൺ ആയിട്ട് മാറ്റുക. ഇത് ഇത്രയും മനസ്സിലായ? ഇനി നമ്മൾ അതെന്ന് പറഞ്ഞാൽ ഇതിനെ കോമൺ ആക്കുക. ഞാൻ മായ്ക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ അതെങ്ങനെയായിരുന്നു, ഡി പ്ലസ് 2 ഇൻറ്റു ഇങ്ങനെയാണ് കിട്ടിയത്, ഡി പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3y ടു 2 ഇ പവർ 2t അല്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, 3x, എക്സിന്റെ ആദ്യം എഴുതാം, 3x പ്ലസ് ഡി പ്ലസ് 2 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമ്മുടെ എയിം എന്താണ്, നമ്മുടെ രീതിയിൽ, അതായത് നമ്മുടെ രീതി എന്താണ്, ഡി സ്ക്വയർ മൈനസ് 4d പ്ലസ് 5 എന്നുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ സംഭവത്തിൽ ആക്കുക. അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എക്സിനെയും വൈനെയും എലിമിനേറ്റ് ചെയ്യണം. എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, അതായത് ഏതെങ്കിലും ഒന്നിനെ ഈക്വൽ ആക്കണം. അപ്പൊ ആദ്യത്തെ ഞാൻ എക്സിനെ കളയാൻ അല്ലെങ്കിൽ വൈനെ ഏതെങ്കിലും ഒന്ന് കളയാൻ പോകുന്നു. അപ്പൊ ഇതിനെ ആദ്യത്തെ ഇക്വേഷന്റെ കൂടെ ഒരു 3 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷന്റെ കൂടെ ഡി പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ ഒരു ഈക്വൽ ആക്കണം. അതായത് എക്സിനെ കോഫിഷ്യന്റ് ഈക്വൽ അല്ലെങ്കിൽ വൈനെ കോഫിഷ്യന്റ് ഈക്വൽ ആക്കും, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഒന്നാമത്തെ ഇക്വേഷനെ കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനെ കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 3 ഇൻറ്റു ഡി പ്ലസ് 2, 3 കൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 3 ഇൻറ്റു ഡി പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു 3 എത്ര, 9y പ്ലസ് 3 ഇൻറ്റു 2 എത്ര, 6 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ഇ പവർ 2t. ശരിയല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കാം നമുക്ക്. അടുത്ത രണ്ടാമത്തെ ഇക്വേഷനെ കൊണ്ട് എന്താണ്, ഇതിനെ ഇതുകൊണ്ട് ചെയ്യുന്നു. അപ്പൊ ഡി പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡി പ്ലസ് 2 കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ എന്ത് വരും, 3 ഇൻറ്റു ഡി പ്ലസ് 2 ഇൻറ്റു എക്സ് ഈക്വൽ ആയതെന്താ, അടുത്ത 3 അതിനെ ഡി പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ആവോ, ഇൻറ്റു വൈ ആവോ, ഇസ് ഈക്വൽ ടു ഇത് 0 ആയിപ്പോ. ഇക്വേഷൻ നമ്പർ 4. ഇത് ക്ലിയർ ആണോ നോക്കിയാൽ ഈ രണ്ട് സ്റ്റെപ്പും? അത് ഏതെങ്കിലും അല്ലെങ്കിൽ നമുക്ക് വൈ കൊണ്ടും ഈ വൈൻ്റെയും നമുക്ക് മാറ്റാം, എക്സിന്റെ ഡിഫറൻഷിയേഷൻ ആക്കി എടുക്കാം. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യും. ഇതിനെ 3 ഡി പ്ലസ് 2 കൊണ്ട് ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വൈ ക്യാൻസൽ ആയപ്പോൾ എക്സ് കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 3 മൈനസ് 4 ചെയ്യുകയാണ്, 3 മൈനസ് 4. ഓക്കെ, അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആദ്യത്തെ എക്സും കൂടി ചെയ്യുന്നത് 0 ആയി പോകും. അപ്പൊ ഇനി വൈ ആണല്ലോ, അപ്പൊ 9y മൈനസ് ഡി പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ is equal to 6 into e power 2t. ശരിയല്ലേ? അതായത് ഡി പ്ലസ് ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഡി സ്ക്വയർ പ്ലസ് ഇത് 9y ഉണ്ടല്ലോ ഓൾറെഡി, 9y മൈനസ് ഡി സ്ക്വയർ പ്ലസ് 4d പ്ലസ് 4 അല്ലേ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ, ഹോൾ ഇൻറ്റു വൈ 6 e power 2t. അതായത് കുറച്ചുകൂടെ ക്ലിയർ ആയി ചെയ്താണെങ്കിൽ ഇതിലെ 9yയും ഇതൊരു 4y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9yയും 4yയും കൂടെ എത്രയായി പോകും, 9 4 13y അല്ലേ, അല്ല 9 മൈനസ് 4 ആണ്, ഇത് മൈനസ് 4 ആണ്. 9 മൈനസ് 4 ആകുമ്പോൾ 5y. അതായത് മൈനസ് വെളിയെടുക്കുകയാണെങ്കിൽ ഡി സ്ക്വയർ പ്ലസ് 4d മൈനസ് 5 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 6 e power 2t. ദാറ്റ് ഈസ്
എന്ത് കിട്ടും? ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ നമുക്ക് കണ്ടുപിടിക്കാവോ? ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ടി സ്ക്വയർ minus 4d minus 5 equal to ടി സ്ക്വയർ പ്ലസ് 4d മൈനസ് വൈ ഈസ് ഈക്വൽ ടു, മൈനസിനെ ഞാൻ അപ്പുറത്തുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക്. ഡി സ്ക്വയർ പ്ലസ് 4d മൈനസ് 5 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു മൈനസ് 6 ഇൻറ്റു ഇ പവർ 2. അതിനെ ഇപ്പുറത്ത് കൊണ്ടുപോയെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് നമുക്ക് ചെയ്യാമല്ലോ. ഇത് ചെയ്യാൻ പറ്റും. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. ഇത് ചെയ്യാമോ? അപ്പം ഇത് ക്ലിയർ ആണോ? ഇത്രയും സ്റ്റെപ്സ് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. അപ്പൊ ഞാൻ അടുത്ത സ്റ്റെപ്പിലോ ഡി സ്ക്വയർ, പിന്നെ ഓർത്തോ ഡി സ്ക്വയർ പ്ലസ് 4d മൈനസ് 5 ഇൻറ്റു വൈ. ഒരു സെക്കൻഡ് എനിക്ക് ഒരു മിനിറ്റ്. ഞാൻ ഇത് എഴുതിയില്ല, ഒരു സ്റ്റെപ്പ് എഴുതിയില്ല. ഓക്കെ സർ. ഓക്കെ, ഇത് ഓർത്ത് വെച്ചേക്കണം. ഞാൻ അടുത്ത വരുമ്പോൾ പറഞ്ഞു ഡി സ്ക്വയർ പ്ലസ് 4d മൈനസ് 5 ഇൻറ്റു വൈ. ഓക്കെ. എന്താണ് ഡി സ്ക്വയർ പ്ലസ് 4d മൈനസ് 5 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു മൈനസ് 6 ഇ പവർ 2t. അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ അറിയാം. നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത അതേ കണക്കിന് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. അത് വേണമെങ്കിൽ ചെയ്തു തരാം. മാത്രമെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 4m മൈനസ് 5 ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ കൂട്ടുമ്പോൾ എത്ര വരും? 4 വരണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 5 വരണം. വരും 3 അല്ലല്ല 3ഉം 1ഉം 4. ഓക്കെ, 3ഉം 1ഉം വരാമല്ലോ. 3ഉം 1ഉം നോക്കാം. 3ഉം 1ഉം 4, പക്ഷെ 5 വരത്തില്ല. 3 2 5, പക്ഷെ 3 പ്ലസ് 2 4 വരണ്ടേ? 5ഉം 1ഉം വരും. 5ഉം 1ഉം വരാം. 5ഉം 1ഉം നോക്കുകയാണെങ്കിൽ 5ന്ന് 1 പോയാൽ 4 പ്ലസ് 5 മൈനസ് 1. വെരി ഗുഡ്. m പ്ലസ് 5 ഇൻറ്റു എം 5 ഈസ് ഈക്വൽ ടു 0. അതായത് m ഈസ് ഈക്വൽ ടു മൈനസ് 5 എന്ന് m ഈക്വൽ ടു 1 എന്നും കിട്ടും. രണ്ട് ഡിഫറെന്റ് റൂട്ട്. അപ്പൊ എന്താണ് സൊല്യൂഷൻ? y ഈസ് ഈക്വൽ ടു a ഇൻറ്റു ഇ പവർ m1x മൈനസ് 5x പ്ലസ് b ഇൻറ്റു ഇ പവർ m2x ഇ പവർ x. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ക്ലിയർ ആണോ? അടുത്ത പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ എഴുതാം? പർട്ടിക്കുലർ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു എന്താണ്? ഇ പവർ ആണ്. അപ്പോൾ 1/d സ്ക്വയർ പ്ലസ് 4d മൈനസ് 5 ഇൻറ്റു ഇ പവർ 6 ഇൻറ്റു മൈനസ് 6 ഇൻറ്റു ഇ പവർ 2t ആണ്. അപ്പോൾ നമുക്ക് മൈനസ് 6 കോൺസ്റ്റന്റ് ആണ്, അതിവിടെ വയ്ക്കാം. 1/dq വരെ എത്ര? 2 കൊടുക്കും. 2 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2 മൈനസ് 5 ഇൻറ്റു ഇ പവർ 2t. അപ്പോൾ എന്താ കിട്ടും? 4 പ്ലസ് 8 12 ആവും. 12 മൈനസ് 5 വരുമ്പോൾ 7 വരും. അപ്പോൾ മൈനസ് 6/7 ഇൻറ്റു ഇ പവർ 2t ആണ്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതേ പ്ലസ് ഇത് ഈ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. അപ്പോൾ ഇത്രയാണ് സ്റ്റെപ്സ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് എക്സ്ട്രാ നമ്മൾ ഇത് ഞാൻ ചുമ്മാ ഒന്നുകൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. സോ ഇതിന്റെ എക്സ്ട്രാ ആയിട്ട് വരുന്നത് നമ്മുടെ ആദ്യം ചെയ്ത സ്റ്റെപ്സ് ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ കാണിച്ചു തരാം. അപ്പൊ ഇത് കൂടെ ആകുമ്പോൾ നമ്മുടെ മോഡ്യൂൾ അങ്ങ് തീരുകയാണ്. എന്നാലും ഇനി ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് എക്സ്ട്രാ പ്രോബ്ലംസ് അയച്ചു തരാം. dx by dt plus 2y is equal to minus sin t. അതേപോലെ dy by dt minus 2x is equal to cos t. ആദ്യത്തെ സെറ്റ് ഞാൻ അയച്ചു തന്നു. രണ്ടാമത്തെ സെറ്റ് മൂന്നാമത്തെ സെറ്റും കൂടെ ചേർത്ത് അയച്ചു തരാം. ഓക്കെ സർ. ഓക്കെ. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? നമ്മുടെ ഇക്വേഷനിൽ ഏതാണ്? dx പ്ലസ് 2y is equal to മൈനസ് sin t എഴുതാം. അതേപോലെ ഇതിന് നമുക്ക് എഴുതാം dy നമ്മുടെ ഫോർമാറ്റിലാക്കി എടുക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. is equal to cos t. ഇങ്ങനെ. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഇതിനെ ഒരേ ഫോർമാറ്റിലാക്കാനായിട്ട് നമ്മൾ എഴുതണ്ട. ഇത് നോക്കിയേ, ഡിയും ഡിയും ആണ്, dx dy ആണ്. അപ്പൊ dx എക്സും എക്സും ഒരേപോലെ എഴുതാം. അതായത് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇതിനെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആദ്യം എഴുതാം. ഓക്കെ, എക്സിന്റെ കോഎഫിഷ്യന്റ് എത്ര? മൈനസ് 2x പ്ലസ് dy ഈസ് ഈക്വൽ ടു cos t.
അപ്പോൾ നമ്മളെ ഈ ISR എക്സാമിനൊക്കെ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലേ ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ 1.5 മണിക്കൂറേ കിട്ടത്തുള്ളൂ. അതിനിടയ്ക്ക് മാത്സ് ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിസ്സാരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഘട്ടത്തിൽ പ്രാക്ടീസ് ഓൺലി വിൽ ഗെറ്റ് ദി കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും തെറ്റിപ്പോകും. ഓക്കെ ഓക്കെ സർ, ഓക്കെ. 1 ഇക്വേഷൻ 2 ഒരുപാട് പ്രാക്ടീസ് ചെയ്തേ പറ്റും. സ്പീഡും വേണം, പ്രാക്ടീസും വേണം, അക്യുറസിയും വേണം. അപ്പോൾ നോക്കാം, ഇതിനെ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് 2 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -2 കൊണ്ടും, അല്ല 2 ഇട്ടാലും മതി, കൂട്ടിയാൽ മതി ആൻസർ ഇട്ട്, അല്ലെങ്കിൽ കുറയ്ക്കേണ്ടി വരും. അപ്പം ഒന്നാമത്തെ ഇക്വേഷനെ ആ 2 കൊണ്ട് ഇടുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഇവിടെ എഴുതുമ്പോഴേ ഞാൻ ഇവിടെ തന്നെ എഴുതി തരാം. 2 × dx plus 4y = 2 × -2 × sin t. രണ്ടാമത്തേനെ വീണ്ടും d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -2 × dx plus 4 × വെറും d അല്ലേ, d² എന്ന് വരും. d² = d of cos t. ഇക്വേഷൻ 3 കിട്ടി, ഇക്വേഷൻ 4 കിട്ടി. അപ്പോൾ നമ്മുടെ ലക്ഷ്യം d of cos t എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേഷൻ ഓഫ് cos t ആണ്. അപ്പോൾ sin t -sin t വരും. അപ്പോൾ നമുക്ക് ഇതിനെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻസ് എങ്ങനെ കിട്ടും? ഇതിനെ പ്ലസ് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് 0 ആയി പോകും. അതിനാണ് നമുക്ക് എക്സിനെ എലിമിനേറ്റ് ചെയ്യുക. അതാണ് 0 ആയി. അടുത്ത ഇത് എന്തൊരും d² plus 4 × ഇവിടെ ഒരു y ഉണ്ടല്ലോ, d² plus 4 × y = ഇതിൽ മൈനസ് ഇത് കൂട്ടുകയാണ്, -2 sin t പ്ലസ് ഇവിടെ ഒരു cos t അല്ലേ, ഡിഫറൻഷിയേഷൻ ഓഫ് cos t -sin t ആണ്. അപ്പോൾ ഇതെന്താ, ഈ -sin t ആണ്. അപ്പോൾ -2 sin t പ്ലസ് -3, അപ്പോൾ -3 sin t ഉണ്ട്. ഓക്കെ, cos t ഉണ്ട്, -sin t ആണ് ഡിഫറൻഷിയേഷൻ. അപ്പോൾ cos t യുടെ -sin t. അപ്പോൾ ഇവിടെ -2 sin t, ഇവിടെ ഒരു കൂട്ടുമ്പോൾ ഒരു sin t ഇവിടെ വരും, -3 sin t. ഇക്വേഷൻ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിന്റെ നമ്മൾ പർട്ടിക്കുലർ ഉണ്ടെങ്കിലും ഇത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ d² പ്ലസ്, അപ്പോൾ ഇപ്പുറത്തെ ഇതാണ് d² plus 4 × y = -3 sin t. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിന്റെ sin t നമ്മൾ എന്താണ്, ഇത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഏതാ, എങ്ങനെ എഴുതാം? m² plus 4 = 0, m² -4, m ± 4i, 2i അല്ലേ, 2i കിട്ടൂലേ? കിട്ടും. m √4 ആണ്. അപ്പോൾ 2i എന്ന് കിട്ടും. അപ്പോൾ 2i യുടെ ഇക്വേഷൻ എന്താണ് സൊല്യൂഷൻ? അത് തന്നെ, e power alpha x × a cos beta x plus b. പഠിക്കുന്നുണ്ടല്ലേ? അപ്പം സൈൻ അല്ലേ, a cos beta x plus b sin beta x. ഓക്കെ, അപ്പം e power alpha x ലാണ്, e power ആൽഫയുടെ വാല്യൂ ഇവിടെ 0 ആണ് അല്ലേ, ആൽഫ ഇവിടെ ഒന്നും ഇല്ല. ആൽഫ പ്ലസ് ഐ ബീറ്റ ആണ് ഫോർമാറ്റ്. അപ്പോൾ ആൽഫ ഇല്ലാത്തതുകൊണ്ട് ആൽഫ 0 ആണ്. അപ്പോൾ e power 0x plus a cos beta x, a cos × 2x plus b sin 2x. അതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? e power 0യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പം ആൻസർ a cos 2x plus b sin 2x, sin x. ഓക്കെ, beta x ആണ് sin 2x, a cos 2x plus b sin 2x. അതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഈ പർട്ടിക്കുലർ ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇക്വേഷൻ എന്താണ്? d² plus 4 × y = 3 sin t. നോട്ട് ചെയ്ത് വെക്കണേ, d² plus 4 × y = -3 sin t. ഓക്കെ, d² plus 4 × y = e power അല്ല, -3 sin t. -3 sin 3. അപ്പോൾ ഇത് നോക്കുക, ഇതിൽ ടിയുടെ കോഎഫിഷ്യന്റ് എത്ര? 1 ആണ്. അപ്പോൾ d² -1 കൊടുക്കണം, -1² ആണ്. അപ്പോൾ 1 പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ 1 d² plus 4 -3 sin t n² അല്ലേ നമ്മുടെ sin ax ന്റെ ഫോർമാറ്റ് വരുമ്പോൾ ചെയ്യണേ നമ്മൾ നേരത്തെ. d² പകരം -a² കൊടുക്കൂലേ? ഇവിടെ 1 അല്ലേ, sin t യുടെ ഈ കോഎഫിഷ്യന്റ് എത്ര? 1 അല്ലേ. ഇപ്പോൾ sin 3x ആണെങ്കിൽ -3² എന്ന് കൊടുക്കും. -3 sin t. അപ്പോൾ നമ്മൾ ഇത് എന്താകുന്നു, ഇവിടെ 1² കൊടുക്കും, 1 -1² plus 4 × ഇവിടെ 3 ഉണ്ടല്ലേ, 3 മൈനസ് ഇവിടെ ഉണ്ട് sin t. അതായത് ആൻസർ എത്ര വരും? ഇത് 4 × 1 3 ആണ്. 3/3 ക്യാൻസൽ ആയി പോകും. -sin t എന്ന ആൻസർ കിട്ടും.
ശരിയല്ലേ? -1 -1 സ്ക്വയർ പ്ലസ് 4 4 - 1 3 3യും 3യും ക്യാൻസൽ ആവും, വെറും -1 കിട്ടത്തുള്ളൂ. -1 × sin t -sin t. അപ്പൊ ഇതാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കുറച്ച് മോഡൽസ് ഞാൻ അയച്ചു തരാം. ഇനി വേറെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യണം? വേണ്ട സാർ, എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻസ് ആണ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അയക്കണേ. ക്വസ്റ്റ്യൻസ് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ഓക്കെ. ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചു തരാം. ഇതോടെ തീരെയാണ്, ഈ പാട്ടങ്ങ് തീരെയാണ് മൊത്തത്തിൽ. ഫസ്റ്റ് തേർഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയി. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം ഉണ്ടെങ്കിൽ. ഇല്ല സാർ, എനിക്ക് മനസ്സിലായി, സമയം കളയണ്ടല്ലോ പഠിക്കാൻ. ഓക്കെ ഓക്കെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. സാർ, ഇതിലിങ്ങനെ ചിലപ്പോ ഇതിലിങ്ങനെ d² y/dx അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് ഉണ്ടോ?